നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നവരാത്രി പൂജകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലായിടത്തും. അത് ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം പല തരത്തിൽ പല ദേശത്ത് ദേവീ പൂജകൾ, സരസ്വതി പൂജ, ലക്ഷ്മി പൂജ, കാളി പൂജ, ആ തരത്തിൽ ഈ വിജയദശമി വരെ ദേവിയെ പൂജിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം എല്ലാ തരത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി സ്വരൂപിണിക്ക് ശക്തി തരാൻ പറ്റും. ആരോഗ്യം, എനർജി, നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളിലും പോകാനുള്ള ശാരീരിക ശക്തി. ലക്ഷ്മിയായിട്ട് നമുക്ക് സമ്പത്ത്, സന്തോഷം, സ്നേഹം, അതോടൊപ്പം കുടുംബ ഐശ്വര്യം. സരസ്വതിയായിട്ട് വിജയങ്ങൾ, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഓരോ മേഖലയിലുള്ളവർക്കും വിജയങ്ങൾ, കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള, എൻജിനീയറിംഗ് മേഖലയിൽ, മെഡിസിൻ മേഖലയിലുള്ളവർക്ക്, അങ്ങനെ എല്ലാ തരത്തിലും വിജയങ്ങളുണ്ടാകുക അത് സരസ്വതി കടാക്ഷമാണ്. അപ്പം ഈ വേളയിൽ നവരാത്രി പൂജയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈശ്വരിക കർമ്മം, ധർമ്മം. ഇനി നമുക്ക് രാശി സ്ഥിതി ഫലങ്ങളിലേക്ക് പോവാം. അശ്വതി, ഭരണി, കാർത്തികകാലം ഉൾപ്പെടുന്ന മേടരാശി ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. പുതു സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പിലോ സ്വന്തമായിട്ടോ ചെയ്യാനോ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് ഇറങ്ങാൻ പറ്റിയ സമയമാണ് ഈ വിജയദശമി മുതലുള്ള സമയങ്ങൾ. അത് പ്രത്യേകിച്ച് നവംബർ, ഡിസംബർ വരെ അനുകൂല സമയമാണ്. അതിനുള്ള സഹകരണം, സഹായം, സാമ്പത്തികം, അതെല്ലാം നമ്മളതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയാൽ അനുകൂലമായിട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിദേശത്ത് പഠനത്തിനോ അല്ലെങ്കിൽ ജോലി സാധ്യതയ്ക്ക് തേടിയോ മറ്റു കാര്യങ്ങൾക്കോ ബിസിനസ്സിനോ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യവും പോയാൽ അതിൽ വിജയിക്കാനുള്ള ഈശ്വരാധീനവും കാണുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ പല മേഖലയിലും വർക്ക് ചെയ്ത് ഒരു തരത്തിലൊരു മെച്ചവും ഗുണവും ഉണ്ടാകാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനോ പുതിയ ജോലി തേടാനോ ഉള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ശ്രമിച്ചാൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഗുണകരമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഗൃഹത്തിൽ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അനുകൂലമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് നടക്കാതെ നീണ്ടു പോകുന്നു. നമുക്ക് നമ്മുടെ കുടുംബവും സാഹചര്യവും നമ്മളുമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം പെണ്ണിൻ്റെ ഭാഗത്തായിരുന്നാലും ശരി തന്നെ, പയ്യൻ്റെ ഭാഗത്തായിരുന്നാലും ശരി തന്നെ, അത് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ വരുന്നതെല്ലാം ഓരോ കാരണങ്ങളാൽ തടസ്സപ്പെട്ടു പോകുന്നത് ഒഴിവാക്കി നല്ലൊരു ബന്ധം ഉറയ്ക്കാൻ നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വച്ച് 41 ദിവസം നെയ്ദീപം രാവിലെ ആരെങ്കിലും കുളിച്ചിട്ട് നെയ്ദീപ സമർപ്പണം നടത്തുക. ഈ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര ഇടവരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മളെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജാമ്യം നിന്ന കാര്യങ്ങളിൽ, സഹായിച്ച കാര്യങ്ങൾ, തിരിച്ച് ലഭിക്കേണ്ട സാമ്പത്തിക കാര്യങ്ങൾ, വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ,
കുടുംബ സ്വത്തുമായിട്ടുള്ള വിഹിതത്തിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതൊരു കാര്യം, നല്ല സ്നേഹബന്ധത്തിൽ ഇരിക്കുന്ന ഫ്രണ്ട്ഷിപ്പെന്നോ അഫെയറെന്നോ എന്ത് വേണമെങ്കിലും പറയാം, പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത ഒരു കാരണമില്ലാതെ. മെസ്സേജിനോ എന്തിന് മൊബൈൽ പോലും യൂസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് തെറ്റിദ്ധാരണ, ചിലരുടെ നുണയും പാരവയ്പും എന്ന് വേണമെങ്കിൽ പറയാം. അത് തിരിച്ചറിഞ്ഞ് വരാൻ കുറച്ച് കാലതാമസം എടുക്കും. അപ്പം അതിനുള്ള ഒരു മനസാന്നിധ്യവും സഹനശക്തി നമ്മൾ കാണിച്ചേ പറ്റൂ. ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ, തൊട്ടടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഈ വക പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, അത് പഠനത്തെയോ ജോലിയോ വീട്ടുകാര്യങ്ങളെയോ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള എനർജി നമുക്ക് ദൈവാധീനത്താൽ അനുകൂലമായിട്ട് വരും. മകയിരത്തര, തിരുവാതിര, പുണർവത്തിലെ മുക്കാൽ മിഥുന രാശി. ഇവിടെ കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ തടസ്സപ്പെടുകയും, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ, ചെറുകിട ബിസിനസ് മേഖലയിൽ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രൊവിഷൻ സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്, ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു വല്ലാത്ത പരീക്ഷണഘട്ട. ആ റോളിംഗ് ശരിയാവാതെ ബാങ്കിൻ്റെ നോട്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വലച്ചിലെന്ന് പറയാം. അതിനൊരു മാറ്റം വരണം. അതിന് ചില ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായം, അല്ലെങ്കിൽ ഒരു വസ്തു ഇടപാട് നടന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചത്, അപ്പം ആ വക തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പം ആ തടസ്സങ്ങൾ മാറാനുള്ള ഈശ്വരാധീനത്തിന് വേണ്ടി നമുക്ക് വേണ്ടത് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് അത് മുരുക ഭഗവാൻ, സുബ്രഹ്മണ്യ സ്വാമിക്ക് അതിന് വേണ്ടത് ചെയ്യേണ്ടി വരും. അതിന് കൂടുതലും അഭിഷേകമാണ് ഭഗവാൻ ഇഷ്ടം. ഒരു 4 അല്ലെ 5 വെള്ളിയാഴ്ച പാല്, നെയ്യ് അല്ലെങ്കിൽ കരിക്ക് അല്ലെങ്കിൽ പനിനീര് ഭഗവാൻ അഭിഷേകം ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സന്താന ഭാഗ്യത്തിന് തടസ്സങ്ങൾ കാണുന്നവർ സംബന്ധിച്ച് 1 വർഷമായി, 4 വർഷമായി, 7 വർഷമായി ഒരു കുഞ്ഞിക്കാലിനെ കാണാൻ പറ്റാത്ത സങ്കട ഭാവത്തിൽ നിൽക്കുന്ന കുടുംബഭാവത്തിൽ ഒരു സന്തോഷകരമായിട്ടുള്ള സന്താനയോഗം പോസിറ്റീവായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇതിന് ഭാഗ്യസൂക്തം അത് ഹോമമായിട്ട് ഗൃഹത്തിൽ ചെയ്ത് അതിൻ്റെ സമ്പാദം 11 ദിവസം കഴിക്കുക ചെയ്യുക. പിന്നെ സുബ്രഹ്മണ്യം സ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നതോടൊപ്പം തന്നെ ഗണപതിക്ക് വിഘ്നങ്ങൾ മാറാൻ കരകമാല ഭഗവാന് ചാർത്തി വിഘ്നേശ്വര പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം ചെയ്ത് 3 നാളികേരം ഉടയ്ക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ്. പുണർത്തത്തിൽ 4, പൂയം, ആയില്യം, കർക്കടക രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടേതായിട്ടുള്ള ചില എതിർപ്പുകൾ, ശത്രുദോഷം എന്ന് വേണമെങ്കിൽ പറയാം, ശക്തമായിട്ട് നമുക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതുപോലെ വീണ്ടും വരാനുള്ള സാഹചര്യം, പ്രത്യേകിച്ച് ഈ വൃശ്ചികം, ധനുസ്, മകരം ഈ മാസങ്ങൾ വളരെ കരുതലും ജാഗ്രതയും നമ്മൾ വേണം. കാരണം നമ്മുടേതല്ലാത്ത കാര്യത്തിൽ വെറുതെ ഹെൽപ്പ് ചെയ്യാൻ പോലെ നമ്മൾ തന്നെ അതിൽ കൂട്ടുപ്രതിയാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ച് വിദേശ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചാൽ അത് ഫ്യൂച്ചറിനെ ബാധിക്കാനുള്ള ഈ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ കുടുംബ പരദേവതയ്ക്ക് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം, പീഠം, പെരമ്പ് ഇത്യാദികൾ വെച്ചാരാധിച്ച് അനുഗ്രഹം കിട്ടിയിട്ടുള്ള കുടുംബങ്ങളിൽ അതിൻ്റെയുള്ള സമർപ്പണം ചെയ്ത് കുടുംബ പരദേവതയ്ക്ക് അതിനുള്ള പ്രാർത്ഥനയും ഉപചാര സമർപ്പണവും ചെയ്യുന്നത് ഉചിതമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പ്രത്യേകിച്ച് നോക്കുമ്പം ശിവഭഗവാന് 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത്
വളരെ ഗുണകരമായിട്ട് വരും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട്. ഇവിടെ സന്ധിഭാവ ബന്ധന ദോഷങ്ങൾ കാണുന്നുണ്ട്. ആദേപിതർമരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദൃശു യുയോധ അഭിനോ വീരോ മർവദിക്ഷമേരപ്രജായം മഹി രുദ്രപ്രജാഭം. രുദ്രസൂക്തത്തിൽ പറയുന്നത് പോലെ സന്ധിഭാവ ബന്ധനം എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട ചില സാഹചര്യങ്ങൾ ദൈവാധീനം കൊണ്ട് തരണം ചെയ്യണമെന്നുള്ള അതിൻ്റെ അർത്ഥം. അത് വീഴ്ചയാകാം, പടി ഇറങ്ങുമ്പോഴാകാം, ബാത്റൂമിലാകാം, തലചുറ്റിയാകാം, വണ്ടിയിൽ നിന്നാകാം. അത് ഒഴിവാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അത് ദഹനത്തിനെ അല്ലെങ്കിൽ ഉറക്കത്തിനെ അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ സന്ധിവേദന, മുട്ടുവേദന, ഉപ്പുറ്റി വേദന, ഈ തരത്തിലുള്ള ഭാവുക ബന്ധനങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് സാക്ഷാൽ ശാസ്താവിന് അയ്യപ്പ ഭഗവാന് 8 ശനിയാഴ്ച അഷ്ടനീരാഞ്ജനം കൊടുക്കുന്നത് ഉചിതമാണ്. അഷ്ടനീരാഞ്ജനം എന്ന് പറയുമ്പോൾ എള്ളുകിഴി നീരാഞ്ജനം, അത് 8 ശനിയാഴ്ച നമ്മുടെ പേരിൽ ചെയ്യും. 8ാമത്തെ ശനിയാഴ്ച ഭഗവാന് കടുംപായസ നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷം. ഈ വക ദോഷങ്ങളോ രോഗാനുദുരിത ബന്ധനങ്ങളോ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി ഈശ്വരാധീനം വളരെ ഗുണപ്രദമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കേണ്ടത് തടസ്സങ്ങൾ, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തർക്കങ്ങൾ, അതോടൊപ്പം കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ തടസ്സങ്ങൾ, ഈ വക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളിൽ നമുക്കെതിരെ ഒരു കോക്കസിൻ്റെയോ പൊളിറ്റിക്സിൻ്റെയോ താല്പര്യപ്രകാരമുള്ള നുണയും പാരവയ്പും എന്ന് പറയാം, നടപടി നീക്കങ്ങൾ, സസ്പെൻഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരെ സാധ്യത വളരെ കൂടുതലാണ്. ഒരു നയത്തിൽ നമ്മൾ ആരോടും പിണങ്ങാതെയോ വഴക്കിടാതെയോ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ ആ വക പ്രശ്നങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ദോഷങ്ങളോ നെഗറ്റീവോ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കുരുതി പുഷ്പാഞ്ജലി എന്ന് പറയും, അതൊരു 7 ചൊവ്വാഴ്ചയെങ്കിലും മുടങ്ങാതെ നടത്തുന്ന വിശേഷമാണ്. അതിൻ്റെ ആയിട്ടുള്ള ഈശ്വരാധീനം കിട്ടും. അതോടൊപ്പം മഹാത്രിശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമാണ്. ടെൻഷൻ, അസ്വസ്ഥത, വീട് മാറണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ ചിന്തിക്കുക, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈശ്വരാധീനം ഗുണകരമായിട്ട് അനുകൂലമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രധാന കാര്യം ഇഷ്ടദേവതയും പ്രാർത്ഥനയും സമർപ്പണവും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടദേവതയും പ്രാർത്ഥനയും സമർപ്പണവും എന്ന് പറഞ്ഞാൽ അതൊരു ഉപാസനയായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളതാണ്. അത് ജപിക്കുക അല്ലെങ്കിൽ ഉപാസിക്കുക അല്ലെങ്കിൽ വ്രതമെടുക്കുക, ഈ തരത്തിൽ തന്നെ നമ്മളത് കാര്യങ്ങൾ ചെയ്തു പോയാൽ ഒരു പരിധി വരെ ഈ വക പ്രശ്നങ്ങൾ നമുക്ക് തന്നെ സോൾവ് ചെയ്യാനുള്ള എനർജി ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചിത്തിരത്തര, ചോതി, വിശാഖത്തി, മുക്കാൽ, തുലാം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇത് പ്രഭപ്രതിഷ്ഠ്യാം യോഗാനാം കർമ്മസ്ഥാന ഉപസ്ഥിതി, പ്രഭപ്രതിഷ്ഠ്യാം യോഗാനാം കർമ്മസ്ഥാന ഉപസ്ഥിതി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് സാമ്പത്തികവും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ച് ഇല്ലാത്ത സമയം മറ്റുള്ളവർക്ക് വേണ്ടി ഓടാനുള്ള ഒരു വ്യഗ്രത പണ്ടേ ഉണ്ട്. സ്വന്തം കാര്യം മാറ്റിവെച്ചു. ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ വീട്ടിനകത്ത് ഓരോരോ തരത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, ഇങ്ങനെ മാറി മാറി വന്നിട്ട് കാരണമൊന്നുമില്ല. ചെറിയ കാര്യം മതി, ഫോൺ വിളിച്ചാൽ എടുക്കാത്തതിൻ്റെ കാരണം മതി. അപ്പോൾ ഇത് കുട്ടികളെയും ബാധിക്കുന്നു. പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികളെയും, പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് അധികരിച്ചുകൊണ്ടിരിക്കും. പഠനകാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള വ്യാമോഹം,
വ്യാമോഹം എന്ന് പറയുന്നതിനെക്കാട്ടി അലസത അല്ലെങ്കിൽ മന്ദത എന്ന് പറയുന്ന ഉചിതം. എപ്പോഴും മൊബൈലിൽ കളി, ജിമ്മിൽ പോകണോ വേണ്ടേ, മുടി സ്പൈക്കണോ വേണ്ടേ, ടാറ്റു കുത്തണോ വേണ്ടേ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചോളം വാഹനപ്രിയരായിട്ട് മാറും. പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം വളരെ കുറയ്ക്കുക, വണ്ണം വയ്ക്കുക, പേടിയെന്നുള്ളത്, മുടി കൊഴിഞ്ഞാൽ സങ്കടം, ഒരു കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയത്തെ ഇത് ബാധിക്കുമ്പോഴത്തേക്ക് മൊത്തം റിസൾട്ടിനെ അത് ബാധിക്കും. ഈ വക കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് മുന്നോട്ട് പോകണം. സാരസ്വത അരിഷ്ടം 21 ദിവസം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് സാരസ്വത അരിഷ്ടം പൂജിച്ച് കഴിക്കുന്നത് വളരെ വിശേഷമാണ്. അതോടൊപ്പം വിദ്യാ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ വന്ന് പക്ഷെ ഒരു സെലക്റ്റായിട്ടും വിളിക്കുന്നില്ല, ഈ തരത്തിൽ നിൽക്കുന്ന ദുഃഖിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അനുകൂല സമയമാണ്. ആഞ്ജനേയ സ്വാമിക്ക് വെറ്റ്ലമാല ചാർത്തി 3 വ്യാഴാഴ്ച പുഷ്പാഞ്ജലി, സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ, ദൈവാധീനം നമുക്ക് അനുകൂലമായിട്ട് വരാനും ഗുണകരമായിട്ടുള്ള സമയമാണ്. വിഷാത്തുക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം സാമാന്യം നമുക്ക് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടുള്ള ചില പ്രോജക്റ്റുകൾ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാനും മുന്നോട്ട് പോകാനും അതിൽ വിജയിക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ തടസ്സങ്ങൾ കാണാനും, ചില വ്യവഹാരാദി കാര്യങ്ങൾ, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യവഹാരാദി കാര്യങ്ങളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടായി അത് ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വസ്തുസംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്രദം ആകും എന്ന് പ്രതീക്ഷിച്ചത് നീണ്ടു പോകുന്ന അവസ്ഥ, അത് മാറി കാര്യങ്ങൾ ഇടപാടുകൾ അനുകൂലമായിട്ട് നടക്കാൻ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. ഈശ്വരാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ കിട്ടാനുള്ള സാമ്പത്തികത്തിൻ്റെ തടസ്സത്തോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ഒരു ഭീഷണി ചില സമയത്ത് ഇപ്പോഴും വരാം. അത് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം സ്ഥാനചലനങ്ങൾ, അതായത് ഡീപ്രമോഷൻ, താഴോട്ട് പോകേണ്ട സ്ഥാനചലനങ്ങൾ വരാനുള്ള നെഗറ്റീവ്സ് കാണുന്നുണ്ട്. ഇവിടെ ഉഗ്ര നരസിംഹ പൂജ ചെയ്ത് നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാരണം കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് അത് ഒഴിവാക്കിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ഗുഡ്വില്ല് മറ്റു കാര്യങ്ങളെ എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള മേഖലകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അയൽപക്കമായിരിക്കാം, കൂടെ നിൽക്കുന്നവരായിരിക്കാം, ജോലി ചെയ്യുന്നിടത്തുള്ളതായിരിക്കാം, ഈ ഒരു നുണയും പാരവെപ്പുമായിട്ടുള്ള ശത്രുബന്ധന ദോഷങ്ങൾ അത് പൂർണ്ണമായിട്ടും മാറും. ഇവിടെയും നരസിംഹ കവച മന്ത്രമോ അല്ലെങ്കിൽ പ്രത്യങ്കര ശൂലിനി കവച മന്ത്രമോ എഴുതി പൂജിച്ച് ധരിക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ലൊരു ബന്ധം, നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം വരുന്ന 3 മാസത്തിനകത്ത് ഉറയ്ക്കാനും കാര്യങ്ങൾ മുന്നോട്ട് പോയി നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം രണ്ടാമതൊരു കുഞ്ഞിക്കാലിന് വേണ്ടി, രണ്ടാമതൊരു പുത്രിയോ പുത്രനോ ലഭിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. ഇവിടെ വിഘ്നേശ്വര ഭഗവാന് വിഘ്നങ്ങൾ മാറുന്നതിന് വേണ്ടി 11 ദിവസം കറുകമാലയും പുഷ്പാഞ്ജലിയും ചെയ്ത് 11ാമത്തെ ദിവസം ഗണപതി ഹോമം ചെയ്ത് 11 തേങ്ങ ഉടയ്ക്കണം. ഈ വക തടസ്സങ്ങളാണ് നമുക്ക് സന്താന ഭാഗ്യയോഗം അനുകൂലമാകാനുള്ള ഈശ്വരാധീനം ധനരാശിക്ക് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറപ്പെടുമ്പോൾ കാലഹോര നോക്കി പുറപ്പെടുന്നത് ഉചിതമാണ്. സൂര്യൻ്റെ ആദിത്യ കാലഹോര, ഗുരുവിൻ്റെ, വ്യാഴൻ്റെ കാലഹോര, ശുക്രൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ ലക്ഷ്യപ്രാപ്തിയിലെത്തി കാര്യങ്ങൾ വിജയത്തിലെത്താനും തടസ്സങ്ങളോ മറ്റ് തടസ്സപ്പെടുത്തലുകളോ
നമ്മളെ ബാധിക്കാതെ വിജയിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. ഉത്രാടത്തി മുക്കാല്, തിരുവോണം, അവിട്ടത്തര, മകരരാശി. ഈശ്വരാധീനം സാമാന്യം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യത ഒക്ടോബർ നവംബർ മാസത്തിൽ, അത് വിദേശത്തോ സ്വദേശത്തോ ആയിരുന്നാലും പുതിയ മേഖലയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെച്ചവും അതനുസരിച്ച് ഒരു വർഷം കൊണ്ട് നമ്മുടെ ടാർഗറ്റിൽ നമുക്കുണ്ടായിരിക്കുന്ന ബാധ്യതകളിൽ ഒരു പരിഹാരവും കണ്ടെത്താൻ ഈശ്വരാധീനം സാധിക്കുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം, പുതിയൊരു ഓപ്പർച്യൂണിറ്റി തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗുണകരമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെയും വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങൾ മാറണം. കാരണം പോകുന്ന കാര്യത്തിലുള്ള ലക്ഷ്യപ്രാപ്തി വിജയത്തിലാണ് നമുക്ക് ശുഭപ്രതീക്ഷ വേണ്ടുന്നത്. ഇതിനും ചെറിയ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. നിസ്സാരം ചെറിയ ചെറിയ കാര്യങ്ങൾ, ബാങ്ക് വായ്പയുടെ കാര്യത്തിലോ സാമ്പത്തിക കാര്യത്തിലോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റിപ്ലൈ മെയിൽ വരാത്തതിൻ്റെ കാര്യത്തിലോ ഒക്കെ ആയിരിക്കാം. അപ്പം ഇതിന് വേണ്ടത് മകരൻ്റെ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മഹാലക്ഷ്മി ചക്രം അത് ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അഷ്ടലക്ഷ്മി ചക്രമായിരുന്നാലും മഹാലക്ഷ്മി ചക്രമായിരുന്നാലും ശ്രീലക്ഷ്മി ചക്രമായിരുന്നാലും വിജയലക്ഷ്മി ചക്രമായിരുന്നാലും അനുകൂലം തന്നെയാണ്. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാല്, കുംഭരാശി. ഈശ്വരാധീനം വളരെ വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെയും ബുധൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന കാര്യത്തിന് വിജയം അനുകൂലമായിട്ട് ദൈവാധീനത്താൽ ലഭിക്കാൻ കാരണമാകും. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ലീഗൽ മാറ്റർ തേടാതെ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ മൊത്തം അത് കൊളാപ്സായി തകരുന്ന സാഹചര്യം ഉണ്ടാകാം. പുതുതായിട്ടുള്ള ഷോപ്പ് തേടി മാറണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. വീട് നിർമ്മാണമായിട്ടുള്ള ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറി അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ച സമയത്ത് കിട്ടാൻ, പ്രത്യേകിച്ച് ബാങ്ക് വായ്പ ഉൾപ്പെടെ തടസ്സങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്ക് വായ്പ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില നോട്ടീസ്, വ്യവസ്ഥാപിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് ആൻസറബിളായി വരേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. അതുകൊണ്ട് അതിനുള്ള പരിഹാരം സാമ്പത്തികമായിട്ടുള്ള അടവ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സമയോചിതമായിട്ട് നമ്മൾ സാവകാശം ചോദിക്കാനുള്ള സാധ്യതകൾ തേടേണ്ട സാഹചര്യമാണ്. ഇവിടെ അമൃതശൂരിണി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ദിവസം നാരങ്ങ വിളക്ക് ചൊവ്വയും വെള്ളിയും കത്തിക്കുക. കാര്യങ്ങൾക്കൊരു ശുഭകരമായിട്ടുള്ള മാറ്റം, ഗുണകരമായിട്ടുള്ള മാറ്റം നമുക്ക് അനുകൂലമായിട്ട് വരും. പുരുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി, മീനൻ രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യത്തിൽ ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി നമ്മൾ ജാമ്യം നിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് തന്നെ പൊല്ലാപ്പും ബുദ്ധിമുട്ടും നഷ്ടവും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബ ഷെയറുമായിട്ട് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒത്തുതീർപ്പ് സാധ്യതകൾ വരുന്നെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. തർക്കവും കോടതിയും വീണ്ടും വഷളാക്കിയുള്ളൂ, നഷ്ടം നമ്മുടെ ലൈഫിനായിരിക്കും. അതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപദോഷം പൂർവീയമായിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് നടന്നത്, അതൊരു കന്നിയുടെ ശാപവും മുതിർന്ന ആളുടെ ശാപവും തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ കൊണ്ടുപോയി ചെയ്തത് തൃപ്തിയാവാതെ നിൽക്കുന്ന യോഗഭാവം അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ലക്ഷ്മീനാരായണ പ്രതിമയിൽ തിലഹോമ ശുദ്ധി ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് വിഷ്ണുപാദത്തിൽ സമർപ്പിച്ച് ആവക ദോഷങ്ങൾ എനിക്കോ എൻ്റെ കുടുംബത്തിനോ കൊച്ചു കുഞ്ഞുങ്ങളെയോ അത് ബാധിക്കാതെ ഒഴിവാക്കി തരണമെന്നുള്ള പ്രാർത്ഥനാ സമർപ്പണം ചെയ്യേണ്ടത് ഗുണകരമായിട്ടുള്ള സമയത്താണ്. ഇവിടെയും അമൃതശൂരിണി കവചിത മന്ത്രം
കന്നി രാശിയിൽ സ്ഥാപിച്ച് തടരക്ഷയായിട്ട് നമുക്കോ നമ്മുടെ ഗൃഹത്തിനോ മറ്റ് നെഗറ്റീവ്സ് വരാത്ത രീതിയിൽ സംരക്ഷിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റാർക്ക് വേണ്ടിപ്പോയാലും കാര്യങ്ങൾ നടക്കും. സ്വന്തം കാര്യത്തിനുള്ള സമയമില്ല, കാര്യങ്ങളില്ല. ഇതിനെ ചൊല്ലി കുടുംബത്തിലുണ്ടാകുന്ന വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു വഴിക്കാം. അതിലും നമ്മൾ ശ്രദ്ധയുണ്ടായി നമ്മുടേതായിട്ടുള്ള കുട്ടികളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യത്തിന് സമയവും കേൾക്കാനും മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം. നേരിന്റെ വാർത്തകൾ അറിയാൻ സാൻ ന്യൂസ് കാണും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.